ഹലോ, നമ്മൾ ഇന്നൊരു സെറ്റിൻ്റെ ക്ലോത്തിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ്. ഞാനൊരു പട്ടുപാവാടയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെറ്റ് സാരിയിലോ സെറ്റ് മുണ്ടിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനെന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് വരുന്നത് 3 ഫാബ്രിക് പെയിൻറ്റുകളാണ്. വെറും 75 രൂപയ്ക്ക് നമുക്ക് 3 ഫാബ്രിക് പെയിൻറ്റ് കിട്ടും. ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡ്, പിന്നെ എടുത്തേക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ ഒക്കെ ആക്കാം കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂവിൻ്റെ സെറ്റിൻ്റെ ക്ലോത്ത്, പിന്നെ ഒരു ബ്രഷ്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു മയിലിൻ്റെ പടമാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലേ, പേടിക്കൊന്നും വേണ്ട, ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഞാനിവിടെ വരച്ചെടുത്തേക്കുക. മയിലല്ലാണ്ട് നമുക്ക് വേണേൽ കണിക്കൊന്നയോ കൃഷ്ണൻ്റെ പടമോ ഒക്കെ എടുക്കാം. ഞാനൊരു മയിലും ഒരു പീലിയും എടുത്തേക്കുന്നത്. ഇത് ഈ സെറ്റിൻ്റെ ക്ലോത്തിൻ്റെ അടിയിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ട്രേസ് ചെയ്ത് എടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കുക. അപ്പോൾ തെറ്റിയൊന്നും പോകത്തില്ല, നന്നായിട്ട് വരുവേ. ഞാൻ ഇതിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. 3 മയിലിനെ താഴെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പീലി പോലെ വരച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പടം വേണേലും വരച്ചെടുക്കാം. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ റെഡ് പെയിൻ്റാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ പോർഷനിൽ. നിങ്ങൾക്ക് വേണേൽ ബ്ലൂ ഒക്കെ ചെയ്യാം കേട്ടോ, റെഡിന് പകരം. ഇനി അതിൻ്റെ ആ പീലിയുടെ വശത്തുമൊക്കെ ചെയ്ത് കൊടുക്കുക. ബ്ലൂവോ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിവിടെ ഈ മെറൂൺ ഷെയ്ഡ് എടുത്തന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗോൾഡൻ ഷെയ്ഡ് അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ്. സാധാ സെറ്റിൻ്റെ ക്ലോത്ത് അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാ